ശ്രീ രാജഗോപാലൻ നായർ, 2012 ഉത്തരവനുസരിച്ച് വാജിവാഹനമല്ല ഏതൊരു വസ്തുക്കളും അയ്യപ്പ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ ശബരിമലയുമായി ബന്ധപ്പെട്ടത് മറ്റൊരാൾക്ക് നൽകാൻ, വ്യക്തികൾക്ക് നൽകാൻ ഉള്ള എല്ലാ കീഴ്വഴക്കങ്ങളെയും നിരോധിച്ചുകൊണ്ടുള്ള 2012 ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവിൽ എന്തെങ്കിലും അവ്യക്തതകളുണ്ടോ? ദേവസ്വം ബോർഡിൻ്റെ ഭാഗവാക്കായ അജയ് തറയിൽ അല്പം മുമ്പ് പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. എട്ടാം മാസത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇറക്കിയിട്ടുള്ള ഒരു പ്രൊസീഡിങ്സ് 8ാം മാസത്തിലല്ല 6ാം മാസത്തിൽ. ആ പ്രൊസീഡിങ്സ് ഒരു പൊടുന്നനെ ഉണ്ടായ സാധനമല്ല. 2011 ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായി അധികാരമേറ്റതിന് ശേഷം അഖില കേരള തന്ത്രി സമാജത്തിൻ്റെ ദക്ഷിണ മേഖല സമിതി, കുഴിക്കാട്ട് വാസുദേവൻ ഭട്ടതിരിപ്പാടാണ് അതിൻ്റെ പ്രസിഡൻറ്റ്. അദ്ദേഹവും അദ്ദേഹത്തിനോടൊപ്പം തിരുവല്ലയിലെയും മറ്റ് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെയും തന്ത്രിമാർ എന്നെ നേരിട്ട് കണ്ട് അവരുടെ അവശതകൾ വിവരിക്കുന്ന നിവേദനം തന്നു. ആ നിവേദനത്തിൽ വളരെയധികം കാര്യങ്ങളുണ്ടായിരുന്നു. അവരുടെ അവരുടെ ആനുകൂല്യങ്ങളെ സംബന്ധിച്ച്, അവരുടെ യാത്രകളെ സംബന്ധിച്ച്, അവരുടെ താമസ സൗകര്യങ്ങളെ സംബന്ധിച്ച്, അവർക്ക് കൊടുക്കുന്ന തുച്ഛമായ വേതനത്തിനെ സംബന്ധിച്ച്, അവർ പൂജയ്ക്ക് വരുമ്പോൾ അവർ ധരിക്കേണ്ട ഡ്രസ്സ്, അതിനുള്ള അലവൻസിനെ സംബന്ധിച്ച്, അവർക്ക് ബസ്സിൽ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് കാർ അലവൻസിനെ സംബന്ധിച്ച്, അവർ കൂടെ കൊണ്ടുവരുന്ന പരികർമ്മികളുടെ വേതനത്തിനെ സംബന്ധിച്ച്, ഇങ്ങനെ നിരവധി ഒരു ലോങ് ഡിമാൻഡുകൾ ഉള്ള ഒരു നിവേദനമാണ് എനിക്ക് തന്നത്. ഞാൻ ആ നിവേദനം അല്പസമയം കഴിഞ്ഞപ്പോൾ അതിനൊരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അവരുടെ അവശതകൾ പരിശോധിച്ച് പഠിച്ച് റിപ്പോർട്ട് തരാൻ പറഞ്ഞു. കാരണം കാലാകാലങ്ങളിലായി തന്ത്രിമാരുടെ സേവന വേതന വ്യവസ്ഥകളെ സംബന്ധിച്ച് ഓരോ ബോർഡും അല്പസ്വല്പം മാറ്റങ്ങൾ, വർധനവും അവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങളും കൊടുത്തു വരുന്നു. എങ്കിലും അതെങ്ങനെ പുരോഗമിച്ചു, എത്രയിടം വരെ എത്തി നിൽക്കുന്നു, ഇപ്പോഴത്തെ സ്ഥിതി എന്താ എന്ന് ബോർഡിന് എനിക്ക് നേരിട്ട് തന്നെ മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ടാണ് ആ നിവേദനം അവർക്ക് പഠിക്കാൻ കൊടുത്തത്. ദേവസ്വം ബോർഡിലെ അന്നത്തെ സീനിയർ മോസ്റ്റ് ഉദ്യോഗസ്ഥനായിരുന്ന ഫൈനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ഓഫീസർ അദ്ദേഹത്തിൻ്റെ കൺവീനർഷിപ്പിൽ കൊടുത്ത രൂപീകരിച്ച ഒരു സമിതിയാണ്. ആ സമിതി തന്ത്രിമാരെ നേരിട്ട് വിളിച്ചു വരുത്തി ഈ നിവേദനത്തിനെ സംബന്ധിച്ച് അവരുമായിട്ട് ഒരു ഹിയറിംഗ് കണ്ടക്ട് ചെയ്തു. ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. അവരുടെ പേഴ്സണൽ ഹിയറിങ്ങിന് അവസരം കൊടുത്ത് അവസാനം അതൊരു റിപ്പോർട്ടിൻ്റെ രൂപത്തിൽ, ഒരു ശുപാർശയുടെ രൂപത്തിൽ ബോർഡിന് സമർപ്പിച്ചു, എനിക്ക് തന്നു. ആ ശുപാർശ ഞാൻ ദേവസ്വം കമ്മീഷണർക്ക് അയച്ച് ദേവസ്വം കമ്മീഷണറുടെ ഒപ്പീനിയൻ വാങ്ങി. അതാണ് അവിടുത്തെ ഒരു ചിട്ടവട്ടം. ആ ഒപ്പീനിയൻ കൂടെ വാങ്ങിയതിന് ശേഷം ഞാൻ ഈ തന്ത്രിമാരുമായിട്ട് നേരിട്ട് ചർച്ച ചെയ്ത് അതിൽ അംഗീകരിക്കാവുന്ന, അവരുടെ ഡിമാൻഡിൽ അംഗീകരിക്കാവുന്നത് ഏതൊക്കെയാണ് എന്ന് അവരോട് പറഞ്ഞവരെ ബോധ്യപ്പെടുത്തി, അംഗീകരിക്കാൻ കഴിയാത്തത് ഏതാണ് എന്ന് അവരോട് പറഞ്ഞ് അവരുടെ സമ്മതവും വാങ്ങി ആണ് ദേവസ്വം ബോർഡ് ഉത്തരവിറക്കുന്നത്. അതാണ് 2012 ഉത്തരവ്. ആ ഉത്തരവിൽ ഞാൻ നേരത്തെ വിശദീകരിച്ചതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരുടെ വേതനത്തിനെ സംബന്ധിച്ചൊക്കെ ഞാൻ ഇനി അത് ആവർത്തിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ വിവാദപരമായ പ്രശ്നം വാജിവാഹനമാണ്. അവർ ഉന്നയിച്ചിരുന്ന ആവശ്യം ഞാൻ കാണിക്കാം. വാജിവാഹനമല്ല, അവർ ഉന്നയിച്ചിരുന്ന ഡിമാൻഡ് ഈ ക്ഷേത്രത്തിലെ ഡിമാൻഡ് ഇങ്ങനെയാണ്: ക്രിയാദികൾക്ക് ശേഷം ആചാരപരമായി തന്ത്രിക്ക് കൊണ്ടുപോകാനുള്ള അവകാശപ്പെട്ടവ കൊണ്ടുപോകുമ്പോഴുള്ള അനാവശ്യ തർക്കങ്ങളും വിവാദങ്ങളും ഒഴിവാക്കുന്നതിൽ നയരൂപീകരണം നടത്തുക എന്നതാണ് ഡിമാൻഡ്. അതായത് പൂജകളെല്ലാം കഴിയുമ്പോൾ
കൺസ്ട്രക്ഷൻ ആയാലും ഇതേപോലെ കൊടിമര പ്രതിഷ്ഠയൊക്കെ ആയാലും ശരി, അത് കഴിഞ്ഞ് പോകുമ്പോൾ കേടുപാടുകൾ വരുന്ന സാധനങ്ങൾ അവർ കൊണ്ടുപോകുന്ന കാര്യത്തിൽ നയപരമായ തീരുമാനമെടുക്കണം എന്നാണ് അവരാവശ്യപ്പെട്ടത്. അത് കൊണ്ടുപോകുന്ന സമയത്ത് പലപ്പോഴും തർക്കമുണ്ടായിട്ടുണ്ട് എന്നാണ് ആ സൂചന. ഏതായാലും ആ കാര്യം അവരുമായിട്ട് ചർച്ച ചെയ്തു. അവരുമായിട്ട് ചർച്ച ചെയ്തു. അതിലെ ആളുകൾ ഞാൻ പറയാം ആരൊക്കെയാണ് ആ ചർച്ചയിലുണ്ടായിരുന്നതെന്ന്. ചർച്ച ചെയ്തു. അതിൽ ഞാൻ പറഞ്ഞ മറുപടി, ഇപ്പോൾ പലതരത്തിലുള്ള സാധനങ്ങളും ക്ഷേത്ര സംബന്ധമായി പുനരുദ്ധാരണം നടക്കുമ്പോഴോ പുനഃപ്രതിഷ്ഠ നടക്കുമ്പോഴോ കേടുപാടുകൾ വന്ന് റിപ്പയർ നടത്തുമ്പോഴോ ഒക്കെ അത് ബാക്കി വരാം. ഉപയോഗമുള്ളതും ഇല്ലാത്തതും ഉണ്ടാവാം. ഉപയോഗമില്ലാതെ ഉപയോഗിക്കാൻ കഴിയാത്തത് എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. ഇപ്പോൾ ശിവലിംഗം അത് മാറ്റുന്നു, നാഗർ പ്രതിഷ്ഠ അത് മാറ്റുന്നു, അതുപോലെയുള്ള രൂപങ്ങൾ മാറ്റുന്നു. ഇതൊന്നും മറ്റൊരു വിധത്തിലും ഉപയോഗിക്കാൻ കഴിയുന്നില്ല. അത് തട്ടിപ്പൊടിച്ച് വേറെ സാധാരണ ചെയ്തു വരുന്നത് കിണറുണ്ടെങ്കിൽ കിണറിൽ നിക്ഷേപിക്കലാണ്. ബാക്കി സാധനങ്ങൾ എവർക്ക് കൊണ്ടുപോകണം എന്ന ഡിമാൻഡ്, അതായത് മെറ്റൽ പോലുള്ളത് അവർക്ക് കൊണ്ടുപോകണം എന്ന ഡിമാൻഡാണ് അവർ വെച്ചത്. ഞാൻ അവരുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ ഞാൻ ആദ്യമായി തന്നെ സൂചിപ്പിക്കാം, ആധികാരികത എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് ഈ സാധനങ്ങൾ കൊണ്ടുപോകാൻ എന്ന് തന്നെയാണ് ഞാൻ ചോദിച്ചത്. ആധികാരികയൊന്നുമില്ല, ഞങ്ങളിത് ബാക്കി വരുന്നത് അത് അങ്ങനെ അനാചാരമായി അവിടെ കിടക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുപോകുന്നതാണ്. അതിനൊരു അംഗീകാരമാണ് അവർ ചോദിച്ചത്. ഞാൻ പറഞ്ഞ മറുപടി, ഇപ്പോൾ ഈ വാജിവാഹനം എന്നുള്ളതൊക്കെ വിഷയം ഇപ്പോൾ വന്നതല്ലേ. കൊടിമരത്തിൽ ധാരാളം സാധനങ്ങൾ ഇളക്കി മാറ്റുന്നതുണ്ട്, പറയുൾപ്പെടെയുണ്ട്. പഴയ പറ മാറ്റി പുതിയ പറ സ്ഥാപിക്കുമ്പോൾ പഴയ പറ എവിടെ കൊണ്ടുപോകും? തന്ത്രിക്ക് കൊടുക്കുമോ? അത് നമ്മുടെ സ്റ്റോർ റൂമിലേക്ക് പോകും, സ്ട്രോങ് റൂമിലേക്ക് പോകും. അതുപോലെ ചെറിയ സാധനങ്ങളാണെങ്കിൽ പോലും അത് അക്കൗണ്ട് ചെയ്ത് നമ്മുടെ സ്ട്രോങ് റൂമിൽ കൊണ്ടുപോയി സ്റ്റോക്കിൽ ചേർക്കുന്ന സാധനമാണ്. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള സാധനങ്ങൾ ഞങ്ങളുടെ സ്റ്റോക്ക് രജിസ്റ്ററിലുള്ളതാണ്. ആ സ്റ്റോക്ക് രജിസ്റ്ററിലുള്ള സാധനം നിങ്ങളെ കൊണ്ടുപോകാൻ അനുവദിച്ചാൽ ആ സ്റ്റോക്കിൽ എങ്ങനെ കുറവ് ചെയ്യും? നിങ്ങൾക്കത് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് തന്നു എന്ന് പറഞ്ഞ് ദേവസ്വം ബോർഡിൻ്റെ സ്റ്റോക്ക് രജിസ്റ്ററിൽ കുറവ് ചെയ്യാൻ കഴിയില്ല. ഒരു 4-5 രജിസ്റ്റർ ഉള്ളതാണ്, ആറന്മുള മുതൽ എങ്ങോട്ടും ഒരുപാട് സ്ഥലത്തുള്ള. അപ്പോൾ യഥാർത്ഥത്തിൽ അവരത് അംഗീകരിച്ചു. അവരംഗീകരിച്ച ആ ചർച്ചയിൽ പങ്കെടുത്ത ആളുകളെ കൂടി ഞാൻ ആദ്യം പറയാം, ആരും മോശക്കാരല്ല. അവരെല്ലാം മിക്കവാറും പേരിപ്പോൾ ജീവിച്ചിരിപ്പുള്ള ആളുകളാണ്. അതിൽ ആ ചർച്ചയിൽ പങ്കെടുത്തത് കുഴിക്കാട്ട് പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് കേരളത്തിലെ ഏറ്റവും വളരെ ബഹുമാനിക്കപ്പെടുന്ന ഒരു തന്ത്രിയാണ്. ഇപ്പോൾ ഞാൻ പേഴ്സണലായി പോലും അദ്ദേഹം അങ്ങനെയാണ്. രണ്ടാമത്തെ തന്ത്രി കുഴിക്കാട്ട് അഗ്നിശർമ്മൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് ഒട്ടും മോശക്കാരനല്ല. ദേവൻ സനൻ നാരായണൻ നമ്പൂതിരി, അദ്ദേഹവും മണ്ണാറശാല ഹരിപ്പാട് തന്ത്രിയാണ്. അടുത്തത് രാകേഷ് നാരായണൻ നമ്പൂതിരിപ്പാട്, അദ്ദേഹം പരമ്പൂരിലെ മഹാദേവൻ കാർത്തികപ്പള്ളി ഹരിപ്പാടുകാരനാണ്. ഇവരൊക്കെ ഈ ചർച്ചയിൽ പങ്കെടുത്തവരാണ്. ഇവരുടെ എല്ലാം സാന്നിധ്യത്തിൽ ഈ ചർച്ചയുടെ മിനിറ്റ്സിൽ അവസാനം എല്ലാവരും ഒപ്പിട്ട് സമ്മതിച്ചതനുസരിച്ച് അവരുടെ വേതനം ഉൾപ്പെടെ വർധനവ് കൊടുക്കുകയും അവർക്ക് കാർ യാത്രയ്ക്കുള്ള TA കൊടുക്കുകയും താമസ സൗകര്യം കൊടുക്കുകയും അവർക്ക് ഡ്രസ് അലവൻസ് ഓരോ ദിവസവും ഉള്ള ഡ്രസ് അലവൻസ് കൊടുക്കുകയും ഒക്കെ ചെയ്ത് ഇതേപോലെ അവർക്കുള്ള ആവശ്യമുള്ള എല്ലാ ആനുകൂല്യങ്ങളും വർദ്ധിപ്പിച്ചു കൊടുത്തതിന് ശേഷം ദേവസ്വത്തിൻ്റെ സ്വത്തായിരിക്കുന്ന പ്രധാനപ്പെട്ട സ്വത്തുക്കൾ നിങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല എന്ന് പറഞ്ഞു. അവരും മാന്യമായി അത് സമ്മതിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബോർഡ് തീരുമാനമെടുത്തു. ബോർഡ് തീരുമാനമെടുത്ത് കഴിയുമ്പോൾ ചെയ്യുന്നത്, ഇത് ദേവസ്വം ഭരണത്തിൻ്റെ കീഴിലായതുകൊണ്ട് അതിൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത് കമ്മീഷണറാണ്. ദേവസ്വം ബോർഡിൻ്റെ തീരുമാനമായി അതിൻ്റെ പ്രൊസീഡിങ്സ് കമ്മീഷണർ കൊടുക്കുന്നു. കമ്മീഷണർ അത് എല്ലാ ഓഫീസുകളിലേക്കും, അസിസ്റ്റൻറ്റ് കമ്മീഷണർ ഓഫീസുകളിൽ താഴോട്ടുള്ള എല്ലാ ഓഫീസുകളിലേക്കും അയക്കുകയും ആ ഉത്തരവിൽ തന്നെ വാസുദേവൻ ഭട്ടതിരിപ്പാടിന് മാർക്ക് ചെയ്ത് ദക്ഷിണ കേരള തന്ത്രി സമാജത്തിൻ്റെ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് മാർക്ക് ചെയ്ത് അത് കൊടുത്തിട്ടുണ്ട്. ഇന്നേ വരെ ഒരു തർക്കവും അതിനെ സംബന്ധിച്ച് പിന്നെ ഉണ്ടായിട്ടില്ല.